അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഏറെക്കുറെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് ആണെങ്കിൽ ഈ പ്രാവശ്യം മാർക്കോ റൂബിയോ ആണ് ഇസ്രായേലിനെ കൊടഞ്ഞിട്ടടിച്ചത്. വളരെ കൃത്യതയോടുകൂടി ഇസ്രായേലിന് മനസ്സിലാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ താൻ പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെനറ്റിലാണ് ചില പ്രഖ്യാപനം നടത്തിയത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. മാർക്കോ റൂബിയോ ഇസ്രായേലിനോടായിട്ട് പറയുന്നു, ലെബനാനിൽ ഇസ്രായേലിന് ഒരു ഭൂപ്രദേശം അവകാശപ്പെടാനില്ല, അവിടേക്ക് കയറുന്നത് അതിക്രമമാണ്, അത് അംഗീകരിക്കുകയില്ല. ഇത് ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഇടിച്ചിലായിട്ടാണ് പത്രങ്ങൾ വിലയിരുത്തുന്നത്. സൈനിക ആക്രമണം ബെയ്റൂത്തിൽ നിന്ന് താൽക്കാലികമായി നിർത്തിവെച്ച രീതിയിലുള്ള പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ രീതിയിലൊന്നും വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലല്ല യഥാർത്ഥത്തിൽ മാർക്കോ റൂബിയോ ഈ വിഷയമായിട്ട് പ്രതികരിച്ചത്. ലെബനാൻ മാത്രമല്ല, ഗാസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ നാണം കെട്ടുപോകുന്നത് അമേരിക്കയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമില്ല, തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ്, അത് നിർത്തിവെക്കണം എന്നുള്ളത് തന്നെയാണ്. ലെബനാൻ്റെ പരമാധികാരത്തെ ഇസ്രായേൽ അംഗീകരിച്ചേ പറ്റൂ, മാറി നിൽക്കാനൊന്നും പറ്റില്ല, ഒഴിഞ്ഞു മാറാനും പറ്റില്ല. അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായ ഇല്ലാതാകുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ സഹായിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കൂടി കടമയാണ്. വാഷിങ്ടണും ജെറുസലേമുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ വസന്തകാലം അവസാനിച്ചിരിക്കുന്നു എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകൾ റിപ്പോർട്ടായിട്ട് പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തെറ്റേണ്ടവർ തെറ്റിയിരിക്കുന്നു, അകലേണ്ടവർ അകന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം മനസ്സിലായിട്ടില്ല എന്ന് ഇത്രയും കാലം നടിച്ചിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കാര്യം മനസ്സിലായിട്ടില്ല എന്ന് ഇനി പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം പോക്ക് അങ്ങോട്ടാണ്, എല്ലാ നിയന്ത്രണവും വിട്ടിരിക്കുന്നു. ഇറാൻ നിലപാട് പറയുകയും ആ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കകളുടെ പരാതി എന്ന് പറഞ്ഞാൽ തങ്ങളോടൊപ്പം ഒരു രാജ്യം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസത്തിലെടുക്കുന്നില്ല, വാക്കുകൾ പാലിക്കാത്തവരാണ്, ചതി ചെയ്യുന്നവരാണ്, കരാർ ലംഘിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് പേരിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അമേരിക്ക മാറിയത് ഈ അടുത്ത കാലത്താണ് എന്ന് കൂടി അവർ പറയുന്നു. അമേരിക്കയുടെ താല്പര്യത്തിന് വിലങ്ങ് സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഇസ്രായേൽ സൃഷ്ടിച്ചാൽ കടുത്ത പ്രഹരം ഏൽക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകി. ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതായത് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയാണ്, തങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ നടത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ ഞങ്ങൾ തിരിയുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇതിനു മുമ്പ് അത്തരം ഒരു പ്രസ്താവനകളൊന്നും നമ്മൾ കേൾക്കാത്തതാണ്, അറിയാത്തതാണ്. പരസ്യമായി ഇസ്രായേലിനെ ശാസിക്കുന്ന ഒരു പ്രവൃത്തികൾ സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറില്ല, അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിച്ചിട്ട്, അതായത് ലെബനാനിലെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തൽക്കാലം ലെബനാനിലെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞതിനോടനുബന്ധിച്ച് ഇങ്ങനെ രണ്ട് വാക്കും കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. അവർ പറയുന്നത് എങ്ങനെയാണ്, ലെബനാനിലെ ആക്രമണം നിർത്തിവെച്ചതോടെ ഹിസ്ബുള്ള ഗ്രൂപ്പ് തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ അവസരം ലഭിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, പുതിയൊരായുധം നിർമ്മിക്കുകയോ അതല്ലെങ്കിൽ പ്രാക്ടീസ് നൽകുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ രഹസ്യമായിരിക്കുന്ന ഒളിസങ്കേതത്തിൽ ഒളിപ്പിച്ച് വെക്കുകയോ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യും. അവർ വിശ്രമിക്കില്ല, പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ വിശ്രമകാലം എന്ന് പറയുന്നത് അവർക്ക് ആയുധങ്ങൾ ശേഖരിക്കാനുള്ള അവസരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് അമേരിക്ക മനസ്സിലാക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഈ നയം യുദ്ധത്തിൻ്റെ മറ്റൊരു വേർഷനായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല, എന്നാൽ തങ്ങളുടെ കക്ഷിയായ ലെബനാനെ ഇസ്രായേലിൻ്റെ അധിനിവേശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇറാന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. യുദ്ധം ചെയ്യാത്ത രീതിയിലാണ്. കാര്യം കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനോടനുബന്ധിച്ച് അവരെന്ത് ചെയ്തു, ലെബനാൻ്റെ പേര് അതിൽ ചേർക്കപ്പെട്ടു. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവിരാമം ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്, അമേരിക്കയുടെ മാത്രം ആവശ്യമാണ്. ഇറാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തയ്യാറാണ്, ലോകം അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല.
പകരം എന്ത് ചെയ്യാൻ ലെബനാൻ അതിൽ ചേർക്കണം, ഇസ്രായേൽ എന്ത് ചെയ്ത് ലെബനാൻ ആക്രമിക്കുന്നത്. ആദ്യത്തെ കരാർ വ്യവസ്ഥ നിലവിൽ വന്നിരിക്കുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അന്നത്തെ രാത്രി ലെബനാൻ ആക്രമിച്ചുകൊണ്ട് ഏകദേശം 100-ലധികം ആളുകളെ കൊലപ്പെടുത്തി. മാരകമായിരിക്കുന്ന ആക്രമണമാണ്, വളരെ ദുരന്തപരമായിരിക്കുന്ന മരണമാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. അത് ഈ കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്ന് ഇറാൻ ലോകരാജ്യങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. തങ്ങളിത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല, കാര്യം ഇവർ കരാർ നിരന്തരം ലംഘിക്കുന്നവരാണ്. അതിൻ്റെ ഉദാഹരണമാണ് അവിടെ കണ്ടത് എന്നുള്ളത്. അതിനുശേഷം വീണ്ടും ആക്രമിച്ചു. അഥവാ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഒരിക്കലും ഇസ്രായേലിന് സാധിക്കാത്ത വിധമാണ് അവർക്ക് അവരുടെ മുനയൊടിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിന് പകരമായ രീതിയിൽ ഇറാനുമായിട്ട് ബന്ധമുള്ള രാജ്യമാണ് ലെബനാൻ, ഹിസ്ബുള്ള ഗ്രൂപ്പൊക്കെ സജീവമാണ് എന്നതിനാൽ അവിടെ ആക്രമിക്കുന്നു. ആക്രമിക്കുന്നതിനോടനുബന്ധിച്ച് ഇറാൻ എന്ത് ചെയ്തു, വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തിയും തങ്ങൾ മാറി നിന്നു. ഞങ്ങൾ അമേരിക്കയായിട്ട് ഇനി ചർച്ചയ്ക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ആക്രമണം തുടർന്നു. ചെറിയ രീതിയിൽ അമേരിക്ക ആക്രമിക്കും, വലിയ രീതിയിൽ ഇറാൻ തിരിച്ചടിക്കും. ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ഇസ്രായേൽ പെട്ടുപോയിക്കുന്നത് എന്നുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ മേഖല ലെബനാൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, ഈ ഇസ്രായേലിൻ്റെ ഡസൻ കണക്കിന് സൈനികർ ഇപ്പോൾ നിലവിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലുണ്ട് എന്നാണ് അനുമാനം. അതൊരു കരാർ വ്യവസ്ഥ പ്രകാരം പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ മാനക്കേടാണ്. അതിന് വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരും. എന്താണോ ലെബനാൻ പറയുന്നത്, അല്ലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് പറയുന്നത്, അത് അംഗീകരിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതല്ലാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവർ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമം നടത്തുന്നതോടനുബന്ധിച്ച് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കി, അതിനുശേഷം മാർക്കോ റൂബിയോ പ്രസ്താവന ഇറക്കി. ഇതിൽ ആ 2 പ്രസ്താവനയോട് പുറത്തു വന്നതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കിളി പോവുകയും ചെയ്തു. യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി കർശനമായിരിക്കുന്ന വാക്കുപ്രയോഗങ്ങളൊന്നും നടത്തുകയില്ല. സാധാരണ രീതിയിൽ അങ്ങനെ അമേരിക്ക പ്രസിഡന്റ് നടത്താറില്ല. ഇപ്പോൾ വലിയ രീതിയിൽ മോശപ്പെട്ട പ്രയോഗം, അങ്ങാടിത്തമ്മാടികൾ വിളിച്ചു പറയുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് നേരിട്ട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോഴത്തെ രണ്ടാമത്തെ ഒരു വിഷയം പറയുന്നത്, ഇനി അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആയുധങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് കപ്പൽ പോവുകയാണ്, തടയും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിരോധ സംവിധാന കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുകയാണ്. അത് ഫെഡറേഷൻ എന്നൊക്കെ പറയും, സ്റ്റുഡൻസ് ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ കോളേജ് യൂണിയനുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ടീം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ കപ്പലിനെ തടഞ്ഞു. ഇതിനു മുമ്പ് ഒരു കപ്പലിനെ തടഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ വിഷയങ്ങളും ഈ പോലീസുമായുള്ള ഏറ്റുമുട്ടൽ, അറസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. 2ാം ഘട്ടത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. അതിൻ്റെ മറ്റൊരു രീതി പറയുന്നത്, അമേരിക്ക ഇനി ഇസ്രായേലിനൊരു ആയുധപരമായിരിക്കും സഹായം നൽകുക എന്നുള്ളത് അതും പ്രയാസമാണ്. കാര്യം എന്ന് പറയുന്നത്, ഇനിയും അവർ ആക്രമണം നടത്തില്ല എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ആയുധത്തിൻ്റെ കുറവുണ്ടാകുന്ന സമയത്ത് ആക്രമണത്തിൻ്റെ തോതിന് വലിയ രീതിയിലുള്ള കാഠിന്യം കുറയും. ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്നാണ് അനുമാനം. കാര്യം എന്ന് വെച്ചാൽ ആയുധങ്ങൾ എത്തണമല്ലോ. ഇപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധം പറഞ്ഞു വരുന്ന സമയത്ത് ഇസ്രായേലും ലെബനാനും തമ്മിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതിലിപ്പോൾ ഇസ്രായേലിനൊരു ആശങ്കയുണ്ട്. അതവർ പറയുകയും ചെയ്തു. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കണിശമായിരിക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് എങ്കിൽ ഈ ലെബനാൻ വിഷയം അങ്ങോട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുമ്പോൾ അടുത്തൊരു ഘട്ടം അതിശക്തമായ രീതിയിലുള്ള പ്രസ്താവന ഇറാൻ്റെ ഭാഗത്തും പുറത്തു, അഥവാ ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട്. ലെബനാന് ശേഷം ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഇതിന് മുൻപ് തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ലെബനാനല്ല, ഞങ്ങളുടെ ലക്ഷ്യം ഫലസ്തീനാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേലും അമേരിക്കയല്ല, ലക്ഷ്യം ഫലസ്തീനാണ്. അതിന് പ്രതിരോധം ഉണ്ടാക്കുന്ന അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ ശത്രു രാജ്യമായിട്ട് മാറും. ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇറാൻ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരിക്കലും അറേബ്യൻ രാജ്യങ്ങൾ അതിനെ എതിർക്കില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് വലിയ ധൈര്യമാണ്. അപ്പോൾ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ ആരുടെ കൂടെ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം ഇറാൻ്റെ കൂടെ എന്ന് തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ആരുടെ കൂടെ എന്ന് ചോദിച്ചാൽ ഇറാൻ്റെ കൂടെയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ ആരുടെ കൂടെയെന്ന് ചോദിച്ചാൽ ഇറാൻ്റെ കൂടെയാണ്. അമേരിക്കൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരു ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ഇനി ഇസ്രായേലിനാണ് സംസാരിക്കുന്നത്, തങ്ങളുടെ കൂടെ ആരുണ്ട് ചോദിച്ചാൽ ഒരു അമേരിക്ക മാത്രമേ ഉള്ളൂ. ഇവർ 2 ഇരട്ടകൾ അല്ലാത്ത ബാക്കി ലോക രാജ്യങ്ങൾ മുഴുവനും ഇറാൻ മാനസികപരമായിട്ടോ അല്ലാത്ത രീതിയിലോ പരസ്യമായിട്ടോ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഈ അമേരിക്ക അനുഭവിക്കുകയാണ്. അപ്പോൾ അമേരിക്ക അനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിൻ്റെ ഉത്തരവാദി കാരണമാരാണ്?
ഇസ്രായേലാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനോട് വളരെ മോശമായിട്ട് ട്രംപ് സംസാരിച്ചു. അതിനുശേഷം മാർക്കോ റൂബിയോ സംസാരിച്ചു. ഈ രണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് പകച്ചുപോയി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കാൻ പറ്റുമോ? വെല്ലുവിളിച്ചാൽ അവർ നൽകുക സഹായം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്തൊക്കെയാണ് അമേരിക്ക ഇസ്രായേൽ കാട്ടിക്കൂട്ടുക എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത് വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസത്തിലാണ് ഇസ്രായേൽ എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.